എനിക്കറിയാൻ പാടില്ല ബ്രോ. ഇവിടെ എന്റെ തന്ത വിളിച്ചെന്നെ പൊരിച്ചിട്ട് അറിയാം ഞാൻ കയ്യും കുറിച്ചിട്ട്. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 6നെ കുറിച്ചാണ്. ബിഗ് ബോസ് എന്ന ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ആ ഷോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരും ആ പരിപാടിയോട് വലിയ താല്പര്യമില്ലാത്തവരും ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. പക്ഷേ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ നമ്മുടെ നാട്ടിലെ പ്രേക്ഷകരുടെ ഇടയിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട് എന്നത് അവരുടെ ആ ഷോയുടെ കഴിഞ്ഞ 5 സീസണുകളിലെയും വിജയം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ മലയാളത്തിൽ 6ാമത്തെ സീസണിലേക്കാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. അപ്പോൾ 6ാമത്തെ ബിഗ് ബോസ് സീസൺ 6ലെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഈ 6th സീസണിൽ വലിയ മാച്ച് വിന്നർ അല്ലെങ്കിൽ ഗെയിം വിന്നർ, ബിഗ് ബോസ് എന്ന ടൈറ്റിൽ വിന്നറായിട്ട് വരാൻ പറ്റുന്ന ഒരു കോണ്ടസ്റ്റൻ്റ് ആ ഷോയ്ക്കകത്ത് ഇപ്പോൾ നിലവിൽ ഇല്ല എന്നതാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. അവിടെ ജിൻഡോ, ജബ്രി, ജാസ്മിൻ, ഗബ്രി, പിന്നെ അങ്ങനെ കുറച്ച് ആളുകൾ വളരെ നല്ല ഗെയിം അവിടെ കളിക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ ശരിയാണെങ്കിലും പക്ഷെ അവർക്ക് ഈ മാച്ച് വിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനുള്ള കാലിബർ അവർക്കില്ല എന്ന ഒരു പൊതു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ആ അഭിപ്രായത്തോടൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ? ഒരു 100 ദിവസം ഒരു വീടിനകത്ത് അല്ലെങ്കിൽ ഒരു മുറിക്കകത്ത് നമ്മളെ അടച്ചിടുകയും പുറത്തു നിന്നുള്ള ഒരു കാര്യങ്ങളും അറിയാതെ, പുറത്ത് എന്ത് സംഭവിക്കുന്നു സമയം പോലും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, ദിവസം, ഡേറ്റ്, കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയാതെ പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ഒരു 100 ദിവസം ഒരു വീടിനകത്ത് അപരിചിതരായിട്ടുള്ള 10-18 പേരോടൊപ്പം ജീവിച്ച് അതിനെ ഓവർകം ചെയ്ത് വരുന്നയാളാണ് ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറായിട്ട് വരിക. അങ്ങനെയാണ് ഇതുവരെയുള്ള എല്ലാ ഗെയിമുകളും പോയിരിക്കുന്നത്. പക്ഷേ ബിഗ് ബോസ് സീസൺ 6ൽ ചില കാര്യങ്ങളിൽ വലിയ പ്രേക്ഷക പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ എതിർപ്പ് ബിഗ് ബോസ് സീസൺ 6ന് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന് പറയുന്ന കോണ്ടസ്റ്റൻറ്റിനെ കുറിച്ചാണ്. അത് ജാസ്മിന് ഒരു ദിവസം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ജാസ്മിൻ്റെ അച്ഛന് ജാസ്മിനുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരുന്നത്. സാധാരണഗതിയിൽ ഒരു ബിഗ് ബോസ് വീടിനകത്തുള്ളൊരു കോണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് അവരുടെ റിലേറ്റീവിന് ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒന്നുകിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം നടന്നിരിക്കണം, ആരെങ്കിലും മരണപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അതുപോലുള്ള സീരിയസ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഹോസ്പിറ്റലൈസ്ഡ് ആവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. അല്ലാത്ത പക്ഷം ആ വീടുമായി കൃത്യമായൊരു കോണ്ടാക്റ്റ് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ വെക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ അറിയുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരോട് പറയുന്നുമുണ്ട്. അങ്ങനെയാണ് ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ജാസ്മിനെ വിളിച്ച് അച്ഛൻ എന്ത് സംസാരിച്ചു എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും ആർക്കുമില്ല. ജാസ്മിൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് ജാസ്മിൻ്റെ ഗെയിമിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്നു. ഗബ്രിയുമായിട്ടുള്ള ചെറിയ അകൽച്ച ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അത് സാധിച്ചില്ല, സക്സസ് ആയില്ല. വീണ്ടും ഗബ്രിയും ജാസ്മിനും പൂർവാധിക ശക്തിയോടുകൂടി അവർ ഒന്നിക്കുകയാണ്, സുഹൃത്തുക്കളെ അവർ ഒന്നിക്കുകയാണ് എന്ന അവസ്ഥയിലേക്ക് പോയി. പക്ഷെ കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ആ വീഡിയോ ഒന്ന് നമുക്ക് ആദ്യം കാണാം. എനിക്കറിയാൻ പാടില്ല ബ്രോ. ഇവിടെ എന്റെ തന്ത വിളിച്ചെന്നെ പൊരിച്ചിട്ട് അറിയാം ഞാൻ കയ്യും കുറിച്ചിട്ട്. ഇവിടെ എൻ്റെ തന്ത എന്നെ വിളിച്ച് പൊരിച്ചിട്ടിരിക്കുവാന്ന്. ജാസ്മിൻ പുറത്ത് അവിടെ നിന്ന് അച്ഛൻ സംസാരിച്ച് പുറത്ത് വന്നതിന് ശേഷം അച്ഛന് സുഖമില്ലാത്തതും ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചിരുന്നത്. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന രീതിയിലുള്ളൊരു സംസാരമാണ് ജാസ്മിൻ സംസാരിച്ചത്. പക്ഷേ ഇതിനകത്ത് ജാസ്മിനും ഗബ്രിയും കൂടെ കളിക്കുന്ന കളി എത്രത്തോളം മോശപ്പെട്ടതാണ് എന്നും അതെങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നതും എന്ന കൃത്യമായ സിഗ്നൽ ജാസ്മിൻ്റെ അച്ഛൻ ജാസ്മിന് നൽകിയിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തതാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്നൊരു കാര്യം, എന്തുകൊണ്ട് ജാസ്മിൻ്റെ അച്ഛനും ജാസ്മിനും സംസാരിച്ചൊരു കാര്യം ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തില്ല എന്നാണ് എൻ്റെ ചോദ്യം. കുറച്ച് സീസണുകൾക്ക് മുൻപ് ഡിംപിൾ എന്ന് പറയുന്ന ആൾ ഈ ഷോയിൽ മത്സരിച്ചപ്പോൾ ഷോയുടെ അതിനിടയിലാണ് ഡിംപിളിൻ്റെ അച്ഛൻ മരിക്കുന്നത്. അന്ന് അവരെ വിളിച്ച് സംസാരിച്ച് ആൾ സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ അവർ ഓൺ എയർ ചെയ്ത് ഡിംപിളിൻ്റെ പിന്നീടുള്ള ഓരോ ചലനങ്ങളും കൃത്യമായിട്ട് ഒപ്പിയെടുത്തിട്ട് എയർ ചെയ്തിട്ട് റേറ്റിംഗ് ഉണ്ടാക്കിയിരുന്നു ബിഗ് ബോസ്. രണ്ടാമത് ഭാഗ്യലക്ഷ്മി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടുള്ള ഭാഗ്യലക്ഷ്മിയുടെ ഭർത്താവ് മരിച്ച സമയത്ത് അത് ഭാഗ്യലക്ഷ്മിയെ അറിയിക്കുന്നതും പിന്നീട് ഭാഗ്യലക്ഷ്മിയുടെ ഓരോ മൂമെൻറ്റ്സും കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് എയർ ചെയ്തിട്ട് റേറ്റിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ബിഗ് ബോസ്. അങ്ങനെയുള്ള ബിഗ് ബോസ് എന്തുകൊണ്ട്
ഈ ജാസ്മിൻ്റെ ഫാദർ ജാഫർ ജാസ്മിനുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് എയർ ചെയ്തില്ല, എന്തുകൊണ്ട് അത് കാണിച്ചില്ല എന്നതാണ് ചോദ്യം. അവിടെ ജാസ്മിൻ്റെ അച്ഛന് സുഖമില്ലാതെ കിടക്കുകയാണ് എന്നത് കള്ളമാണ് എന്ന് പിന്നീട് പുറത്ത് വേറൊരു ചാനലൊരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ്റെ ബാപ്പ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊരു ബേക്കറിയിൽ നിന്ന് ഒരാൾ പറയുന്ന ഇതൊക്കെ ബൈറ്റൊക്കെ വളരെ വൈറലായിട്ട് പോയൊരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ജാസ്മിൻ്റെ വായിൽ നിന്ന് വന്നു, ജാസ്മിൻ്റെ വാപ്പ ജാസ്മിൻ എന്നെ പൊരിച്ചിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. എൻ്റെ തന്ത എന്നെ വിളിച്ച് പൊരിച്ചിട്ടിരിക്കുകയാണ്. ഈ അകത്ത് നടക്കുന്നത് പുറത്ത് 75 ക്യാമറകൾ വെച്ച് കാണിക്കുന്നുണ്ടെങ്കിലും പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും ഇവർ അകത്ത് ചെയ്യുന്ന ഗെയിമിൽ ഇവരുടെ പോർഷൻസ് എങ്ങനെയാണ് പുറത്ത് പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകേണ്ട കണ്ടസ്റ്റൻ്റിൻ്റെ അടുത്ത് ഒരു കണ്ടസ്റ്റൻ്റ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് ബിഗ് ബോസ് സീസൺ 6 അത് ക്ലിയർ ചെയ്യേണ്ടതാണ് ബിഗ് ബോസിൻ്റെ അധികൃതർ. എന്താണ് സംഭവിച്ചത്? അല്ലാത്ത പക്ഷം ഭയങ്കര മോശമാണ്. ഇപ്പോൾ ഇതിൽ ലാലേട്ടൻ ഉൾപ്പെടെ ഇതിന് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 6 വളരെയധികം എതിർപ്പ് നേരിടുന്ന 2 കോണ്ടസ്റ്റൻസാണ് ഗബ്രിയും ജാസ്മിനും. പക്ഷേ അവർ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു വിഭാഗം ആളുകൾ വളരെയധികം എതിർക്കുന്ന ഒരു കോണ്ടസ്റ്റൻസാണ്. ജാസ്മിന് 1 മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബറാണ്. പക്ഷേ അതിൻ്റെ ഗുണം ഈ ഷോയ്ക്കകത്ത് പോയിട്ട് ജാസ്മിൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും ബിഗ് ബോസിന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഷോയിൽ. ഇനി ഷോയുടെ മാറ്റം എന്നത് രീതിയിലാണോ, ഇനി ആര് വിളിച്ചു കഴിഞ്ഞാലും അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ, കോണ്ടസ്റ്റൻ്റുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ പുറത്ത് ഓൺ എയർ ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനം ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ലാലേട്ടൻ്റെ അടുത്ത നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ക്ലിയർ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ എൻ്റെ തന്ത വിളിച്ച് എന്നെ പൊരിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞൊരു സാധനം പുറത്തു വന്നതോടുകൂടി അത് ക്ലിയർ ചെയ്യേണ്ടി വരും. ഇതാണ് നമുക്ക് ബിഗ് ബോസിൻ്റെ ഇനി മറ്റ് എപ്പിസോഡുകൾ ഒക്കെ ആയിട്ട് നമുക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോസ് ഒക്കെ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മറ്റുള്ളവർക്ക് ഈ വീഡിയോ വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകാം, നോ പ്രോബ്ലം. നമ്മൾ മറ്റ് വിഷയങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.